പ്രശാന്ത്, പട്നയിൽ ഇന്ന് ഇന്ത്യാ സഖ്യത്തിൻ്റെ റാലി, മഹാറാലി എന്ന് തന്നെ പറയണം, ഗാന്ധി സെ അംബേദ്കർ മാർച്ച് നടന്നിരിക്കുന്നു. ആഗസ്റ്റ് 17 തുടങ്ങി 16 ദിവസം പിന്നിട്ട് 1300 കിലോമീറ്റർ പ്രയാണം ചെയ്ത് 25 ജില്ലകളും 110 നിയമസഭാ നിയോജക മണ്ഡലങ്ങളും പിന്നിട്ട് ഇന്ന് ആ റാലി സമാപിച്ചത് 10,000-കണക്കിന് ആളുകളുടെ അകമ്പടിയോടു കൂടിയാണ്. ദില്ലിയിലിരുന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ ഈ പുതിയ സംഭവവികാസത്തെ എങ്ങനെ വിലയിരുത്തും പ്രശാന്ത്? NBC നമുക്കറിയാം, പട്ന എന്ന് പറയുന്നത് വളരെ ചരിത്രപ്രസിദ്ധമുള്ള ഒരു നഗരമാണ്. ഇന്ത്യയിലെ പല പ്രധാന രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കും തുടക്കമിട്ട ഒരു നഗരം കൂടിയാണ് പട്ന. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥയ്ക്ക് വഴിയൊരുക്കിയത് പട്നയിൽ ചേർന്ന JP പ്രസ്ഥാനത്തിൻ്റെയും മറ്റൊരു മഹാ റാലിയാണ് അടിയന്തരാവസ്ഥയ്ക്ക് വഴിവെച്ചത്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടു, ഇന്ത്യൻ രാഷ്ട്രീയം വല്ലാതെ കലങ്ങി പറയുന്നത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ആദ്യമായി കോൺഗ്രസിനെതിരെ തിരിഞ്ഞു തുടങ്ങുന്നത് ആ അടിയന്തരാവസ്ഥ നാടുകളിലാണ്. ഒടുവിൽ 77 തെരഞ്ഞെടുപ്പിൽ ദയനീയമായ തോൽവി ഇന്ത്യക്ക് നേരിടേണ്ട സാഹചര്യവും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ പട്നയിൽ അതേപോലെ സമാനമായ മറ്റൊരു ചരിത്ര മുന്നേറ്റത്തിനാണ്, ഒരു ചരിത്രപരമായ ജനമുന്നേറ്റത്തിനാണ് പട്ന ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അത് പട്നയിലോ അല്ലെങ്കിൽ ബീഹാറിലോ മാത്രമായി ഒതുങ്ങിക്കൂടുന്ന ഒരു വിഷയത്തിലല്ല, മറിച്ച് രാജ്യമാകെ ഇന്ന് ചർച്ച ചെയ്യുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയത്തിലാണ്. ആ സുപ്രധാനമായ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ സമീപകാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടോ? നിഷ്പക്ഷവും നീതിയുക്തവുമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും നഷ്ടമായോ? കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റൊരു ഏജൻസിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാറുകയാണോ? ഇങ്ങനെയുള്ള സുപ്രധാനമായ ചോദ്യം ഇന്ന് രാജ്യമാകെ അലയടിക്കുകയാണ്. ആ ചോദ്യത്തിന് കാരണമാകാവുന്ന നിരവധിയായ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നിട്ടുണ്ട്. അതിനൊന്നും തന്നെ കൃത്യമായ ഒരു മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. മറിച്ച് ഈ ഭരണകക്ഷിയുടെ ഒരു ഘടകകക്ഷി എന്ന വണ്ണം പ്രതിപക്ഷ പാർട്ടികളെ ആകെ വെല്ലുവിളിച്ച് നീങ്ങുന്ന ധിക്കാരപരമായ ഒരു സമീപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാക്കളോട് പരസ്യമായി മാപ്പ് പറയണം എന്ന് പോലും ആവശ്യപ്പെടാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മടിയുണ്ടായില്ല എന്ന് നമുക്ക് കാണണം. അപ്പോൾ ഇതെല്ലാം ഒരു ചർച്ചയായി രാജ്യമാകെ മാറുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇതിന് വഴിയൊരുക്കിയത് ഇപ്പോൾ ബീഹാർ ഇലക്ഷനിലേക്ക് നീങ്ങുന്ന ഒരു സംസ്ഥാനം. അവിടെ വളരെ തിടുക്കത്തിൽ വോട്ടർ പട്ടികയുടെ ഒരു തീവ്ര പുനഃപരിശോധനയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നു. ആ തീവ്ര പുനഃപരിശോധന എന്ന് പറയുന്നത് പൗരത്വത്തെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുനഃപരിശോധനയായി മാറുന്നു. സ്വാഭാവികമായും സംശയങ്ങൾ ഉയരാം. ഇപ്പോൾ വന്ന കരട് പട്ടിക തന്നെ നമ്മൾ കണ്ടതാണ്, വലിയ തോതിൽ വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മ ഓഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ ഒരു പദയാത്രയ്ക്ക് സംസ്ഥാന വ്യാപകമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, NBC ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 1300 കിലോമീറ്റർ സഞ്ചരിച്ച് 110ഓളം നിയമസഭാ മണ്ഡലങ്ങളെ സ്പർശിച്ച്, അത് ബീഹാറിലെ ഒരു ജാർഖണ്ഡിനോടും UPയോടും ചേർന്ന് കിടക്കുന്ന ദർഭംഗ, ബീഹാറിലെ ഒരു ഒരു തെക്കൻ മേഖലയിൽ വരുന്ന ദർഭംഗ, അവിടെ നിന്ന് നേപ്പാളിനോടും ബംഗാളിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന അരാരിയ വരെ, ആ വടക്കൻ മേഖലയിലുള്ള അരാരിയ വരെ, ഏതാണ്ട് ബീഹാറിനെ കീറി മുറിച്ചുകൊണ്ട് പോയ ഒരു യാത്രയാണത്. ആ യാത്ര സ്വാഭാവികമായും ബീഹാറിലാകെ വലിയ ചലനം സൃഷ്ടിച്ചു. തുടക്കം മുതൽ തന്നെ വലിയ ജനപിന്തുണ ആ യാത്രയ്ക്ക് ഉണ്ടായി എന്നതൊരു സവിശേഷതയാണ്. മോഡിയെയും BJPയെയും അനുകൂലിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ പരമാവധി ആ യാത്രയെ തമസ്കരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഈ കഴിഞ്ഞ 16 ദിവസവും ആ യാത്ര വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. യാത്രയിൽ ഉടനീളം പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിയ ചോദ്യങ്ങൾ വലിയ തോതിൽ ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുക്കുകയും അവർ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടായി. ബീഹാറിലെ ജനങ്ങൾ ആകെ സംഭീതരാണ്. അവരുടെ വോട്ടവകാശം, അത് ഏറ്റവും പ്രാഥമികമായ ഒരു അവകാശമാണല്ലോ, ആ അവകാശം നഷ്ടമാകുമോ? ഈ പറയുന്ന പ്രക്രിയ പൂർത്തിയായി കഴിയുമ്പോൾ തങ്ങളിൽ എത്ര പേർക്ക് പൗരത്വമുണ്ടാവും തുടങ്ങി വലിയ ആശങ്കകളാണ് ബീഹാറിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളിലുള്ളത്. അത് ഏറെയും അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലും ഒപ്പം ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലുമാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതലായി വോട്ടർ പട്ടികയിൽ പുറത്തു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ഏതാണ്ട് 3 ലക്ഷത്തോളം പേർക്ക് അവരുടെ പൗരത്വം സംശയകരമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതായാണ് വാർത്തകൾ. എങ്ങനെയാണ് ഈ പൗരത്വം ചോദ്യം ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശം കിട്ടുന്നത്? അത്തരമൊരു അധികാരം ആർക്കാണ് ഈ കമ്മീഷൻ നൽകിയത്? അപ്പോൾ തങ്ങൾക്ക് ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള അധികാര അവകാശങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ്.
അതിന് കൃത്യമായി ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. ആ പിന്തുണ കിട്ടുന്നത് മറ്റെവിടെ നിന്നുമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണ്, ആഭ്യന്തര വകുപ്പ് വഹിക്കുന്ന അമിത്ഷായിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പിന്തുണയുടെ ധൈര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നീങ്ങുന്നത്. അതിനെയാണ് വളരെ ധീരമായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷം നേരിട്ടിരിക്കുന്നത്. ഈ 16 ദിവസവും ബീഹാറിൽ പ്രകടമായത് ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നേറ്റമാണ്, ഐക്യമാണ്. നമുക്കറിയാം, ഈ വരുന്ന നവംബർ ഡിസംബർ കാലയളവിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അത്തരമൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഈ വിധം ജനങ്ങളെ ആകെ ഇളക്കിമറിക്കുന്ന ഒരു പ്രക്ഷോഭത്തിന്, ഒരു മുന്നേറ്റത്തിന് സംസ്ഥാന വ്യാപകമായി തുടക്കമിടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നത് വളരെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ അവരെ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയമില്ല.